ഇന്ന് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലോഡഡ് ഫ്രൈസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ഈസി ആയിട്ട് നമുക്ക് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ക്രീം റെഡിയാക്കാം. അപ്പോൾ ആ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ, മൈദ, ഓറിഗാനോ, പാല്, പിന്നെ ചില്ലി ഫ്ലേക്സ്, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ ഇവിടെ വാങ്ങണതാണ് പാക്കറ്റിൽ. അപ്പം നമുക്ക് ആദ്യം ഈ ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം നമുക്ക് വറുത്തെടുക്കാം. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഫ്രൈസ് കുറച്ചിടാം. നമുക്കിനി നല്ലപോലെ വറുത്തെടുക്കാം. ബട്ടർ മെൽറ്റായിട്ട് നമുക്ക് ഇതിൻ്റെ അതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്യാം. ഇതിലേക്ക് മൈദ ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഒരു 2 സ്പൂൺ മൈദ ഉണ്ടാവും. ഞാൻ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഒരു 2 സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട് ഞാൻ. നമുക്കിനി ഇതിലേക്ക് പാലൊഴിക്കാം. കട്ട പിടിക്കരുത്. കട്ടയുള്ളത് നമ്മൾ ഈ പാലിലിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ അത് അലന്ന് വെക്കോളും. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. പിന്നെ ഓറിഗാനോം ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും കുറച്ച് ചീസ് ആഡ് ചെയ്യണം. ചീസ് ഞാൻ നേരത്തെ കാണിക്കാൻ വിട്ടുപോയി. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മൊസല്ല ചീസാണ് ആഡ് ചെയ്യണത്. ചീസ് സ്ലൈസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നമുക്കിവിടെ വൈറ്റ് സോസ് ഇപ്പം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ലെയർ ഫ്രഞ്ച് ഫ്രൈസ് വറുത്തതിടാം. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ നമുക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് സോസ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് വിതറാം. ഇനി നമുക്ക് കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ പിസ്സ സോസ് ഏതെങ്കിലും നമുക്കിങ്ങനെ കുറച്ചാക്കാം. ഇനി അടുത്ത ലെയർ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇടാം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കി വൈറ്റ് സോസ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വൈറ്റ് സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ സ്പ്രെഡ് ചെയ്യാം. നമുക്കിനി ഇത് ഒന്ന് ചീസ് മെൽറ്റ് ആവണം. അത്രയും ടൈമിൽ നമുക്കൊന്ന് ഇത് ഒന്നല്ലെങ്കിൽ പാനിൽ വെച്ച് അടച്ച് വെച്ച് നമുക്ക് ചീസ് മെൽറ്റാക്കി എടുക്കാം. അല്ലെങ്കിൽ എയർ ഫ്രയറിൽ ഒരു 5 മിനിറ്റ്സ് വെച്ച് നമുക്ക് ഇതിൻ്റെ ചീസ് മെൽറ്റാക്കിയാൽ നമ്മളുടെ ചീസി ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആവും. അപ്പം ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ഒരു 5 മിനിറ്റ്സ് വെക്കണത്. അപ്പോൾ നമ്മുടെ ചീസെല്ലാം മെൽറ്റായി വരും. നമുക്കിനി ഇത് മെൽറ്റ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇപ്പം നമ്മുടെ ചീസി ലോഡഡ് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇവാഞ്ചലിന് കൊടുത്തിട്ടുണ്ട്. ഇവാഞ്ചൽ എങ്ങനെയുണ്ടെന്ന് പറയും. നല്ല ചീസിയാണ്. നല്ല ചീസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഇത് നിങ്ങളും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നല്ല ചീസിയാണ്, നല്ല ചീസാണ്. കണ്ടാ, നിങ്ങളിത് ഇതുപോലെ ഉണ്ടാക്കി ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കണം. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് വീഡിയോ. ബൈ.